മമ്മേ ഓ ഇതും കൊണ്ടാ ഉണ്ടാക്കി തരാ. കുറച്ച് ന്യൂസ് പേപ്പർ കൊണ്ടുവന്നുകൊണ്ട് അമ്മൂസ് പറഞ്ഞു, മമ്മി ഡൈനോസറിനെ ഉണ്ടാക്കി തരാമെന്ന് കേട്ടോ. അല്ല കപ്പലും വിമാനം ആയിരുന്നെങ്കിൽ ന്യൂസ് പേപ്പർ കൊണ്ട് സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്താനെ. പക്ഷേ ഡൈനോസറിനെ ഉണ്ടാക്കാൻ ന്യൂസ് പേപ്പർ മാത്രം പോരാ കേട്ടോ. അപ്പോൾ പണ്ടെപ്പോഴോ വാങ്ങിച്ച കുറച്ച് ക്ലേ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല രീതിയിൽ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ദൈവഭാഗ്യത്തിന് അത് കട്ടയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കൂൺ കൃഷിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച് വെച്ചിരുന്ന വെച്ചാൽ കുറച്ച് കെട്ടുകമ്പിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കെട്ടുകമ്പിക്ക് കനം കുറവായതുകൊണ്ട് 2 ലെയറായിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ലെയറായിട്ട് എടുത്തിട്ട് അതിങ്ങനെ ചുരുട്ടി ഒറ്റ ലെയറാക്കി എടുക്കണം. അതിൽ ഒരു കമ്പി എൻ്റെ തലയിൽ വന്ന് ആഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് നന്നായിട്ട് വേദന എടുത്തായിരുന്നു. പക്ഷെ അന്നേരം ഞാൻ വലിയ കാര്യമൊന്നും ആക്കിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ എന്താ കമ്പി രണ്ടും ഇങ്ങനെ ചുരുട്ടി എടുക്കുകയാണ്. ഡൈനോസറിൻ്റെ കാലിന് ഇത്തിരി കട്ടി വേണമല്ലോ, അല്ലെങ്കിൽ മേപ്പോട്ട് വരുമ്പോൾ നമ്മൾ ക്ലേ ഒക്കെ വെച്ച് വരുമ്പോൾ ഡൈനോസർ പോയാലോ എന്ന് വിചാരിച്ചാണ് ആ പണി ചെയ്തത്. പക്ഷേ എനിക്ക് കിട്ടിയത് നല്ല അടിപൊളി പണിയായിരുന്നു. എൻ്റെ തല പൊട്ടി ചോര ഒഴുകുന്ന സീനാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടായി പറഞ്ഞു, ഇനി ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് രണ്ടും എവിടെയെങ്കിലും പോയി ഇരിക്കാൻ പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെ തോറ്റു കൊടുത്തില്ല കേട്ടോ. കുറച്ച് നേരം ഒന്ന് തല ചുറ്റണ പോലെയൊക്കെ തോന്നി. ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെയും ഞാൻ വന്നിരുന്നു കേട്ടോ. അങ്ങനെ അമ്മൂസിന് വേണ്ടിയിട്ട് ഡൈനോസറിൻ്റെ അസ്ഥിക്കൂടങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിൻ്റെ മീതേക്ക് കുറച്ച് മസിൽസുകളൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ പേപ്പറൊക്കെ ചുരുട്ടി എടുത്തിരിക്കുന്നതാണ്. അതും കൂടി ഞാൻ ഇങ്ങനെ ചുരുട്ടി എടുത്തു. അമ്മൂസ് എന്നോട് ചോദിച്ചു, മമ്മി ഇത് എന്തെന്നാണെന്ന്. ഞാൻ പറഞ്ഞു, ഇത് കൊക്കാണെന്ന് കേട്ടോ. ശരിക്കും കൊക്കിനെ പോലെ ഉണ്ടായിരുന്നു. കൊക്കിൻ്റെ ചുണ്ടും കാലും ഏകദേശം ശരിക്കും കൊക്കിനെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ എൻ്റെ ഒരു ധൈര്യത്തിൽ ഞാൻ അതിലേക്ക് കുറച്ച് ക്ലേ ഒക്കെയും കൂടി അപ്ലൈ ചെയ്തു. ഡൈനോസറിൻ്റെ സൈഡിലുള്ള കുറച്ച് മസിൽസൊക്കെയും കൂടി നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഇത് ഡൈനോസർ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വലിയ ക്ലേ കൊണ്ടുള്ള ഒരു ആർട്ടിസ്റ്റൊന്നും അല്ല, അമ്മൂസിൻ്റെ ഒരു ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് ചെയ്യുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ക്ലേ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വെക്കാൻ. അപ്പോൾ ഡൈനോസറിൻ്റെ കഴുത്തിന് ഇത്തിരി നീട്ടം കൂടി പോയതുകൊണ്ട് തന്നെ ഞാനൊരു താങ്ങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലേ ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. വൈകുന്നേരം 3 മണി 4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് കമ്പിയൊക്കെ എടുത്ത് നമ്മൾ പല്ലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫൈനലി ലുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി നമുക്കതിൽ പെയിൻറ്റും കൂടി അടിക്കണം. ഞാൻ കണ്ണൊക്കെ എഴുതുകയാണ്. മൂക്കൊക്കെ കുത്തി രാത്രിയായപ്പോൾ അമ്മൂസിനെ കാണിച്ചിട്ടോ. ഡൈനോസർ ആയാ? അമ്മൂസ് ഉദ്ദേശിച്ച ഡൈനോസർ ആയാ? ഹാപ്പിയാണോ? വാലൊടിഞ്ഞൊന്നും പോകില്ല, അതങ്ങനെ വിട്ട്. അപ്പോൾ നമ്മൾ ഡൈനോസറിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ കുട്ടി ഡൈനോസറിനെ കൊണ്ട് കളിച്ചോട്ടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.